ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്നിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ടിപ്സ് മിസ്സാവാതെ ഇരിക്കാൻ വേണ്ടി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇൻഗ്രീഡിയൻസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നേരിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 4 മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്നിട്ട് ഈ സവോള ഒന്ന് ചുട്ടെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഉണക്ക തേങ്ങയും ചുട്ടെടുക്കണം. ഇത് രണ്ടും നമുക്കിനി ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സ്പൈസസ് എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മാക്സിമം ഒരു 3 മിനിറ്റ് സമയം മതിയാവും ഈ 2 മസാലകളും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി ഈ മസാലകളൊക്കെ ഒന്ന് തണുക്കട്ടെ. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അരപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി തയ്യാറാക്കേണ്ടത് ഗ്രീൻ പേസ്റ്റ് ആണ്. അതും ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് റെഡ് ചില്ലി പേസ്റ്റ് കൂടെ തയ്യാറാക്കണം. അതിനുവേണ്ടി കാശ്മീരി മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 6 കാശ്മീരി മുളക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ എരിവ് കുറവാണ്, പക്ഷേ നമ്മുടെ കറിക്ക് നല്ല ചുവന്ന കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ അതും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 അരപ്പുകളും തയ്യാറായി കഴിഞ്ഞു. ഇത് 3ഉമാണ് ഇന്നത്തെ മട്ടൻ കറിയുടെ രഹസ്യം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കുക്കർ മതി നമുക്ക് നമ്മുടെ മട്ടൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാ മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ എണ്ണയുമായിട്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. അത് കഴിയുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെയും ഇതേപോലെ 2 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഗ്രീൻ പേസ്റ്റ് മസാല കൂടെ ഇതിലേക്ക് ഒന്ന് മിക്സായി കിട്ടും. ചെറുതായിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഈ സമയം നമുക്കിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് സമയം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓയിൽ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മുളക് പൊടിയും ഒക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിനും ഒരു 2 മിനിറ്റ് സമയമാണ് ഗ്യാപ്പ് ഉള്ളത്. ആ 2 മിനിറ്റ് സമയം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരാനാണ് ഈ ഒരു 2 മിനിറ്റ് സമയം പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചില്ലി പേസ്റ്റാണിത്. ഇത് കാശ്മീരി മുളകാണ്, അതുകൊണ്ട് വലിയ എരിവുണ്ടാവില്ല, പക്ഷേ കറിക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ മട്ടൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, വളരെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ മസാലയും മട്ടനും ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയ അരപ്പിനകത്ത് കിടന്നിട്ടാണ് മട്ടൻ ഇത്രയും സമയം കുക്കായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് വേണ്ട ഗ്രേവിയുടെ കൂടെ കണക്കനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. 5 വിസിലിന് ശേഷം ഇപ്പോൾ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീസസൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളെല്ലാവരും ഈ മട്ടൻ കറി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.